ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിത് ക്ലാസിക്കൽ തിയറീസ് ഓഫ് പ്ലേ ആണെന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മക്കളെ? ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ അല്ലേ, ചൈൽഡ് ഡെവലപ്മെന്റിൽ കളിയുടെ പ്രാധാന്യം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് പ്ലേ പഠിച്ചു. അതുപോലെ ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടിയുള്ള റഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ക്ലാസിക്കൽ തിയറീസ് ഓഫ് പ്ലേ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ ഇത് മോഡേൺ തിയറീസ് ആണോ? അല്ല, ശരിക്കും ഇത് മോഡേൺ തിയറീസ് അല്ല. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പല തിയറീസാണ് കളികളെ കുറിച്ച്, അല്ലെ കുഞ്ഞുങ്ങളുടെ പ്ലേയെ കുറിച്ച് വന്നിട്ടുള്ള ഉരുത്തിരിഞ്ഞ് വരുന്ന പല തിയറീസാണ്. പ്രധാനമായിട്ടും 4 തിയറീസാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ റീക്യാപിറ്റുലേഷൻ തിയറി, അതുപോലെ സർപ്ലസ് എനർജി തിയറി, അതുപോലെ റീക്രിയേഷൻ തിയറി, അതുപോലെ ആന്റിസിപ്പേറ്ററി തിയറി. ഇങ്ങനെ 4 തിയറീസാണ്. ഇവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും പ്രധാനം ഈ തിയറി ആരൊക്കെ കൊണ്ടുവന്നു, ഏറ്റവും പ്രധാനം. അതുപോലെ ആ തിയറിയിലെ ഗിസ്റ്റ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് തന്നിട്ട് ഇത് ഏത് തിയറിയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഓരോ തിയറിയും പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷവും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും പല തിയറീസും കമ്പൗണ്ടായിട്ട് ഒന്നിലധികം ആൾക്കാരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. എന്തായാലും ക്ലാസിക്കൽ തിയറീസ് ഓഫ് പ്ലേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് മോഡേൺ തിയറീസ് അല്ല. കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നുന്ന തരത്തിലുള്ള തിയറീസ് ആണ്. ഹോം സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതല്ലാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതൊരു പുതിയ ഏരിയ തന്നെ ആയിരിക്കും, അല്ലേ? നോക്കാം. തിയറീസ് ഓഫ് പ്ലേയിൽ പ്രധാനമായിട്ടും ഡിഫറെന്റ് സൈക്കോളജിസ്റ്റ് ഹാവ് എക്സ്പ്ലെയിൻഡ് ഡിഫറെന്റ്ലി വൈ ചിൽഡ്രൻ പ്ലേ, അല്ലെ? പലരും എല്ലാ പേരും എന്താണ്, എന്തുകൊണ്ടാണ് കുട്ടികൾ കളിക്കുന്നത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഒരുപാട് തിയറീസ് ഫുഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഈ ക്ലാസിക്കൽ തിയറീസിൽ ഇത്രയും തിയറീസാണ് പഠിക്കുന്നത്. റീക്യാപിറ്റുലേഷൻ തിയറി, അതുപോലെ സർപ്ലസ് എനർജി തിയറി, അതുപോലെ റീക്രിയേഷൻ തിയറി, അതുപോലെ ആന്റിസിപ്പേറ്ററി തിയറി. മിക്കവാറും ആ പേര് തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേരിലെ കാര്യങ്ങളുണ്ട്. നോക്കാം. റീക്യാപ്പ് ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ പേരിലെ കാര്യം. റീക്യാപ്പ് അല്ലേ, റീക്യാപ്പ് അടിക്കുക. പണ്ടത്തെ കാര്യം നമ്മൾ ഒന്നും കൂടെ നോക്കുക എന്നുള്ളതാണ്. സർപ്ലസ് എനർജി നമ്മൾ എനർജി കൂടുതലുണ്ടല്ലേ, സർപ്ലസ് ആയിട്ട് എനർജി കൂടുതൽ, അത് എക്സ്പെൻഡിച്ചർ ആക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ കളിക്കുന്നു ഒരു തിയറി പറയുന്നു. റീക്രിയേഷൻ നമുക്കറിയാം എന്താണ്, സന്തോഷം കിട്ടാൻ വേണ്ടി അല്ലേ. എന്താണ് നമ്മളെന്താ റീക്രിയേഷൻ ആക്ടിവിറ്റി, നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, വലിയ ആൾക്കാരായാലും മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ റീക്രിയേഷൻ ആക്ടിവിറ്റി ചെയ്യാറില്ലേ, അതുപോലെ റീക്രിയേഷൻ തിയറി. ആന്റിസിപ്പേറ്ററി തിയറി, ഇത് തമാശയുള്ള തിയറിയാണ് കേട്ടോ. ആന്റിസിപ്പേറ്ററി തിയറി, ആന്റിസിപ്പേഷൻ, അതായത് വലുതാകുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴേ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി പ്രിപ്പയർ ആകുന്നു എന്നുള്ള രീതിയിലാണ് ആന്റിസിപ്പേറ്ററി തിയറി പറയുന്നത്. ആ പേര് തന്നെ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ സിമ്പിളാണ്. ആര് പുട്ട് ഫോർവേഡ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയവും ഉണ്ടാവത്തില്ല കേട്ടോ. ഫസ്റ്റ് നോക്കാം. റീക്യാപിറ്റുലേഷൻ തിയറി. ആരൊക്കെ അതിൻ്റെ പിന്നിൽ? വില്യം വൂണ്ടും അതുപോലെ സ്റ്റാൻലി ഹാളും ആണ് കേട്ടോ. നോക്കാം, ഇത് പഠിച്ചു വയ്ക്കാം. വില്യം വൂണ്ടും സ്റ്റാൻലി ഹാളുമാണ് എന്ത് റീക്യാപിറ്റുലേഷൻ തിയറി കൊണ്ടുവന്നെന്നുള്ള കാര്യം ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. ആരൊക്കെയാണ്? വില്യം വൂണ്ടും സ്റ്റാൻലി ഹാളും. അപ്പോൾ ഓപ്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ആരൊക്കെയാണ് റീക്യാപിറ്റുലേഷൻ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് എന്ന് ചോദിക്കാം. താഴെ സ്റ്റാൻലി ഹാൾ ആൻഡ് ഫോർവേഡ്, അല്ലെങ്കിൽ വില്യം വൂണ്ട് ആൻഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാൻലി ഹാൾ ആൻഡ് വില്യം വൂണ്ട് വർഷം കൂടെ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് ഇവർ ജനിച്ച വർഷം മരിച്ച വർഷം എന്നല്ല, ഈ തിയറി പുട്ട് ഫോർവേഡ് ചെയ്ത വർഷമാണ് കേട്ടോ. 906 സ്റ്റാൻലി ഹാൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ വില്യം വൂണ്ട് 913 ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻലി ഹാൾ വില്യം വൂണ്ടിന്റെ കൂടെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല ആദ്യത്തെ അമേരിക്കൻ ആണ് ഒരു PhD കിട്ടുന്ന, സൈക്കോളജിയിൽ PhD കിട്ടുന്ന ആദ്യത്തെ അമേരിക്കൻ കുട്ടിയാണ് സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്ന വ്യക്തി. 906. അപ്പോൾ 906 അദ്ദേഹം ഈ റീക്യാപിറ്റുലേഷൻ തിയറി മുന്നോട്ട് വെച്ചു. വില്യം വൂണ്ട് അതിനെ 913 സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, സ്റ്റാൻലി ഹാൾ ആൻഡ് വില്യം വൂണ്ട്, സ്റ്റാൻലി ഹാൾ ആൻഡ് വൂണ്ട് സ്റ്റാൻലി ഹാള്. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. റീക്യാപിറ്റുലേഷൻ തിയറി. അപ്പോൾ എന്താണ് ഈ തിയറി നോക്കിയതിന് ശേഷം നമുക്കൊരു കോഡ് എന്തെങ്കിലും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മറന്നു പോകത്തില്ല. ആസ് പെർ ദിസ് തിയറി, ദ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് പ്ലേ ആക്ടിവിറ്റീസ് പാസസ് ത്രൂ സ്റ്റേജസ് ദാറ്റ് ആർ ടിപ്പിക്കൽ ഓഫ് ദോസ് ത്രൂ വിച്ച് ദ ഹ്യൂമൻ റേസ് ഹാസ് പാസ്ഡ്. ഹ്യൂമൻ റേസ്, നരവംശം അല്ലെ, നരവംശം കടന്നു വന്ന വഴികളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പ്ലേ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നത്, റീക്യാപ്പ് അടിക്കുന്നത്. അതാണ് റീക്യാപ്പ്.
റീക്യാപ്പ്, നമ്മൾ സിനിമയിലൊക്കെ റീക്യാപ്പ് കാണിക്കില്ലേ, പണ്ടത്തെ കാര്യം കാണിക്കില്ലേ, അതേപോലെ എന്താണ് ഒളിച്ച് കളിയെ കുറിച്ച് അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഒളിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എപ്പോഴും അറിയാമല്ലോ, മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്കും കാട്ടിലാണ് നമ്മുടെ ഹ്യൂമൻ റേസ് ഭൂരിഭാഗം വർഷവും, ഏറ്റവും കൂടുതൽ വർഷം നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നാടുണ്ടാക്കിയിട്ട് വളരെ കുറച്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ. മനുഷ്യന്റെ പരിണാമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാലയളവിൽ മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ നാട്ടിൽ ജീവിച്ചുള്ളൂ. അത്രയും കാലം കാട്ടിലൂടെ വളർന്നു വന്ന ഒരു ജീവിയാണ് നമ്മൾ, അല്ലേടാ എന്നല്ലേ? കൂടിപ്പോയൊരു 5000-10,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ നമ്മൾ നാടുണ്ടാക്കിയിട്ട്, അല്ലേ? 10,000 വർഷങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും ക്രിസ്തു വർഷം എന്ന് പറയുമ്പോൾ 2000 ആണ് നമ്മൾ പറയുന്നത്. ശരി, ഓക്കെ അല്ലേ? അപ്പോൾ അതുവരെ ഒരിക്കലും ഒരു 10,000-20,000 വർഷങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരത്തില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാട്ടിൽ താമസിച്ച് വന്ന ജീവികളാണ്. മനസ്സിലാക്കുക, നമുക്ക് വലിയ ദംഷ്ട്രകളില്ല, അല്ലേ? നമുക്ക് വലിയ നഖങ്ങളില്ല, നമുക്ക് മരത്തിൽ കയറാൻ നമ്മുടേതായ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ശേഷിയില്ല. മരത്തിൽ കയറുന്ന ആൾക്കാരുണ്ട്, ശരിയാണ്, സംഭവിച്ചു. പക്ഷെ അങ്ങനെയല്ല, കുരങ്ങ് രക്ഷപ്പെടുന്ന പോലെ മരത്തിൽ രക്ഷപ്പെടാൻ പറ്റും നമുക്ക്? ഇല്ല, അത്രയും വലിയൊരു ശേഷി നമുക്കില്ല. അപ്പോൾ എപ്പോഴും കാട്ടിൽ മനുഷ്യൻ ജീവിച്ചിരുന്നത് ഇരയായിട്ടാണ്, അല്ലേ? ഒരു പ്രേ ആയിട്ടാണ്, മറ്റു ജീവികൾക്ക് ഇരയായി തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മമായിരുന്നു നമ്മുടേത്. അപ്പോൾ എന്താ നമ്മളെ സർവൈവ് ചെയ്തത് പ്രധാനമായിട്ടും ഈ തലച്ചോറിന്റെ വലിപ്പം തന്നെയാണ്. ഐഡിയാസ് ഉണ്ടായിരുന്നു മനുഷ്യന്, അല്ലേ? ഐഡിയാസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളെക്കാളും വലിയ തലച്ചോറ് ആനയ്ക്കുണ്ട് എന്ന് കരുതി നമ്മളെക്കാളും ഐഡിയാസ് ആനയ്ക്ക് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. കാര്യം എന്താ? ബ്രെയിൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് ബ്രെയിൻ ടു ബോഡി റേഷ്യോ? ശരിക്കും പറഞ്ഞാൽ ഇത്ര ബോഡിയുള്ള ഒരാൾക്ക് നമുക്ക് ഈ 1.5 കിലോ തലച്ചോറിന്റെ ആവശ്യം സാധാരണ ഒരു അനിമലിനില്ല. പക്ഷേ നമുക്ക് അത്രയും ഡെവലപ്പായി വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് ഭയം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, അല്ലേ? പേടിയുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഒരു ഒളിച്ചൊളിച്ചൊളിച്ച് പാത്ത് നമ്മൾ കാട്ടിക്കൂടെ ജീവിച്ച്, അല്ലേ? ബുദ്ധി കൊണ്ട് എന്ത് ചെയ്തു, അമ്പെയ്തും കല്ലുകൊണ്ട് ഇടിച്ചോ കൊന്ന് ഒക്കെയാണ് ജീവിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ മെമ്മറീസ്, അല്ലെ? അതിന്റെ ഈ പറഞ്ഞ പോലെ ആ റേഷ്യൽ മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. റേഷ്യൽ മെമ്മറിയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികള് കളികളിലൂടെ എടുക്കുന്നത് എന്നാണ് എന്ത് പറഞ്ഞത്, റീക്യാപിറ്റുലേഷൻ തിയറി പറഞ്ഞത്, അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞു, റീക്യാപിറ്റുലേഷൻ തിയറി കഴിഞ്ഞു. It is said that children play hide and seek കളിക്കുന്നത് because our ancestors when living in caves, അല്ലെ? ഗുഹകളിൽ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഒളിച്ചൊളിച്ച് കഴിയാൻ വേണ്ടി നമ്മൾ ശീലിച്ചിരുന്ന ആൾക്കാരല്ലേ. had to hide themselves from wild animals and came out only when they were safe from animals, അല്ലേ? പകൽ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ശല്യമില്ലാതെ, പുലിയുടെയും കടുവയുടെയും ശല്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ, പുറത്തിറങ്ങാൻ പറ്റും. പുലിയും കടുവയും കൂടുതലും വേട്ടയാടുന്നത് രാത്രി സമയങ്ങളിലൊക്കെയാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സേഫായ സമയത്ത് മാത്രം പുറത്തു വന്നു. അങ്ങനെ ആ ഒരു റേഷ്യൽ മെമ്മറിയാണ് എന്തിലൂടെ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, റീക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ടാണ് ആര് മുന്നോട്ട് വെച്ചത്, സ്റ്റാൻലി ഹാളും വില്യം വൂണ്ടും, അല്ലേ? വില്യം വൂണ്ടും സ്റ്റാൻലി ഹാളും. വില്യം വൂണ്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ മക്കളെ, റീക്യാപ്പ് അവർ ബന്ധപ്പെടുത്തി. സ്റ്റാൻലി ഹാള്, വലിയൊരു ഹാള് നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുപോവുക. അതായത് നമ്മൾ റീക്യാപ്പ്, സിനിമയിൽ റീക്യാപ്പ് പഠിക്കൂലേ, ഏതെങ്കിലും ഒരു സിനിമയിൽ റീക്യാപ്പ് മനസ്സിൽ ഓർമ്മിക്കുക. ഒരാൾ മുറിവേറ്റ് കിടക്കുന്ന ഒരു ഹാളിൽ, അത്രയും ഒരു ചിത്രം മനസ്സിലോട്ട് കൊണ്ടുവന്നേ. അപ്പം ഇനി മറക്കൂല, ഹാളും ഊണ്ടുമായി റീക്യാപ്പുമായി, അല്ലേ? റീക്യാപ്പുമായി, ഇത്രയേ ഉള്ളൂ. ഏതൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ. ഞാനിതൊന്നും നേരത്തെ പ്രിപ്പയർ ചെയ്തൊന്നുമല്ല, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. ഇപ്പോൾ തോന്നിയ കാര്യം പറഞ്ഞാണ്. ഒരു വലിയ ഹാൾ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക, വലിയ ഹാള്, സ്റ്റാൻലി ഹാള്. വില്യം വൂണ്ട്, ഒരാൾ മുറിവേറ്റ് കിടക്കുന്നു, അല്ലേ? ഹാള്. അപ്പോൾ എന്താണ്, അത് സിനിമയിലെ റീക്യാപ്പ് ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മറക്കില്ലല്ലോ ആരാ കൊണ്ടുവന്നതെന്ന്. വർഷം ഇതുപോലെ ഓർമ്മിച്ച് വയ്ക്കാൻ എൻ്റെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വർഷത്തിൽ ഭയങ്കര വീക്കാണ്. 1906, 1913. ഓക്കെ അല്ലടാ. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത് ആരൊക്കെയാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്? പിന്നെ ഇത്തരത്തില് ഇങ്ങനെ ഒരു എന്താണ് ഹൈഡ് ആൻഡ് സീക്കിന്റെ കാര്യമൊന്നും അങ്ങനെ ചോദിക്കുകയല്ല. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, എന്നാലും അങ്ങനെ ചോദിക്കുകയല്ല കേട്ടോ. അതുപോലെ എന്താണ്, മുൻപേ ഉള്ള റേഷ്യൽ മെമ്മറിയാണ് കുട്ടികൾ കളികളിലൂടെ പുനരാവിഷ്കരിക്കുന്നത് എന്ന തിയറി മുന്നോട്ട് വെച്ചാൽ അത് ഏത് തിയറിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. കാര്യം എന്താ, ഇത് പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരു പേരാണ്. കാര്യമല്ലേ, ഈ റീക്യാപ്പ് എന്ന് പറഞ്ഞ ഐഡിയ നമുക്ക് മനസ്സിൽ കിട്ടിയാൽ നമുക്ക് പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ തിയറീസിന്റെ പേര് കേൾക്കുമ്പോൾ സാധാരണക്കാരായുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയങ്ങൾ ഉടലെടുക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്, അല്ലേ? ഇനി നോക്കാം സർപ്ലസ് എനർജി തിയറി നോക്കാം. സ്പെൻസർ 1875 ആൻഡ് ഷില്ലർ 1873 ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, സ്പെൻസറും ഷില്ലറും, അല്ലെ? സ്പെൻസറും ഷില്ലറും. ഓക്കെ, ഇത് നമുക്കൊരു കോഡിൽ കണക്ട് ചെയ്യാം. സ്പെൻസർ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലേടാ
അല്ലേ? സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ പോകണമെങ്കിൽ എന്ത് വേണം? ഷില്ലിങ് വേണം. ഷില്ലിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാണയമല്ലേ ഷില്ലിങ്? സ്പെൻസർ ഷില്ലിങ്. അവിടെ പോയാൽ നമുക്ക് റെഡ് ബുള്ള് വാങ്ങാം. റെഡ് ബുൾ അല്ലേ, ഒരു എനർജി ഡ്രിങ്ക് ആണല്ലേ റെഡ് ബുൾ എന്ന് പറഞ്ഞാൽ, അല്ലേ? സർപ്ലസ് എനർജി തിയറി ആര്? സ്പെൻസർ. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഷില്ലിങ് വേണം, അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സാധനം വേണമെങ്കിൽ നമുക്ക് ഷില്ലിങ് എന്ന് പറയുന്ന കോയിൻ നമ്മുടെ കയ്യിൽ വേണം. അവിടെ പോയാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്ത് വാങ്ങാം? സർപ്ലസ് എനർജി കിട്ടാൻ വേണ്ടി റെഡ് ബുള്ള് വാങ്ങാം. യെസ്, ഇനി ഓക്കെ ആണോ? ഞാൻ വെറും പൊട്ട കോഡുകളാണ് പറയണ്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഇത് മാറിപ്പോവുകയില്ല. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ സ്പെൻസറും ഷില്ലറും ആണോ സർപ്ലസ് എനർജിയുടെ ആൾക്കാർ? ഇപ്പം അറിയായിരിക്കും, അങ്ങോട്ടെല്ലാം സംശയം വരും. അതുകൊണ്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ട് പോകണം മക്കളെ കേട്ടോ. നോക്കാം, സർപ്ലസ് എനർജി തിയറി, സ്പെൻസർ ആൻഡ് ഷില്ലർ. സ്പെൻസർ 1875, ഷില്ലർ 1873 ആർ ദ എക്സ്പൊണൻസ് ഓഫ് ദിസ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, പേര് തന്നെയുണ്ട്, കൊച്ചുങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടുമ്പോൾ അത് കളയാൻ വേണ്ടി കൊച്ചുങ്ങൾ കളിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് കാണുന്ന പലർക്കും പല പൊട്ടന്മാർക്കും തോന്നാൻ പറ്റുന്ന തിയറിയാണ്. അതോടെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ എന്നാ സാങ്കത്യമോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നോക്കണ്ട. ഇത് സ്പെൻസറും ഷില്ലറും മുന്നോട്ട് വെച്ച തിയറിയാണ്, നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചാലേ പറ്റത്തുള്ളൂ. നോക്കാം, അക്കോർഡിംഗ് ടു ദിസ് തിയറി നോട്ട് ഓൾ ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചൈൽഡ് ഈസ് നീഡഡ് ഫോർ ഗ്രോത്ത്. അല്ലേ? കഴിക്കുന്ന ആഹാരത്തിൽ കിട്ടുന്ന ഫുൾ എനർജി ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ചിൽഡ്രൻ പ്ലേ ഇൻ ഓർഡർ ടു സ്പെൻഡ് അക്യുമുലേറ്റഡ് സർപ്ലസ് എനർജി. അല്ലേ? അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന സർപ്ലസ് എനർജി കളയാൻ വേണ്ടി കൊച്ചുങ്ങൾ കളിക്കുന്നതാണ് ഈ ആള് പറയുന്നത്. ഓക്കെ, ദിസ് സർപ്ലസ് എനർജി ഇമ്പൾസ് ദ ചൈൽഡ് ടു ആക്ട്. അല്ലേ? ഈ ഇതാണ് കുട്ടി ഇങ്ങനത്തെ പ്രവർത്തിക്കാൻ വേണ്ടി അതിനെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്നു. ദോസ് ഹു ആക്സെപ്റ്റ് ദിസ് തിയറി ട്രൈ ടു ഗിവ് ഡിഫറെന്റ് പ്ലേ ആക്ടിവിറ്റീസ് ടു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ എനർജി ലെവൽസ്. അതായത് ഈ ഒരു തിയറിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോ ഏജ് ഗ്രൂപ്പിലും അവൈലബിൾ ആയിട്ടുള്ള എനർജി ലെവൽ എത്രയാണ്? ഈ ഏജ് ഗ്രൂപ്പിന് ഇത്രയും എനർജി കൂടുതലുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ കളി ഏർപ്പെടുന്നു. മറ്റേ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് അത്രയും ഏജ് ഇല്ല, അല്ല അത്രയും എനർജി ഇല്ല, അപ്പോൾ എനർജിയുടെ ആവശ്യം അല്ലെ എനർജി സർപ്ലസ് വരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ഇമാജിനേറ്ററി പ്ലേയിലേക്ക് പോകുന്നു. അല്ലേ? അങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ഇനി ഒരുപാട് പേര് ഇതിനെ എന്ത് ചെയ്യുന്നില്ല? അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കാര്യം, അസുഖം പിടിച്ച് കിടക്കുന്ന കൊച്ചുങ്ങൾ അങ്ങനെയാണെങ്കിൽ കളിക്കാതിരിക്കണം. അല്ലേ? ഇല്ലേ? കൊച്ചുങ്ങൾ അസുഖം പിടിച്ച് കിടക്കുകയാണ്, അവൻ എന്ത് ചെയ്യണം? അവന് സർപ്ലസ് എനർജി ഇല്ല, അവൻ കളിക്കാതിരിക്കണം. പക്ഷേ അസുഖം പിടിച്ച് കിടക്കുന്ന കുട്ടിയും എപ്പോഴും മൈൻഡ് ആണെങ്കിലും അവന് കളിപ്പാട്ടം കൊടുത്ത് അവൻ അതും കളിക്കും. അല്ലേ? അപ്പോൾ കളി എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ മോഡേൺ തിയറീസിൻ്റെ അഭിപ്രായത്തിൽ, സർപ്ലസ് എനർജി എക്സ്പെൻഡിച്ചർ നടത്താൻ, ചെലവാക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടി അല്ല ശരിക്കും പറഞ്ഞാൽ. ഈവൻ ദോ നമ്മൾ പഠിക്കാൻ പോകുന്നു സ്പെൻസർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സാധനം വാങ്ങുന്ന ഷില്ലിങ് വേണം. അല്ലേ? സ്പെൻസർ ആൻഡ് ഷില്ലർ. അല്ലേ? അപ്പോൾ അതുപോലെ അവിടെ ചെന്നാൽ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് റെഡ് ബുള്ള് വാങ്ങാം, എനർജി ഡ്രിങ്ക് വാങ്ങാം. സർപ്ലസ് എനർജി തിയറി. അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇതിനെ എതിർക്കുന്നവർ എന്താ പറയുന്നത്? സിക്ക് ചിൽഡ്രൻ. അല്ലേ? സിക്ക് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ചിൽഡ്രൻ, കുട്ടികളും എന്താണ്? ദേ ഡു നോട്ട് ഹാവ് സർപ്ലസ് എനർജി ഈവൻ ദോ ദേ പ്ലേ. അല്ലെ? അല്ലെങ്കിൽ ഈവൻ ദോ ദേ എൻഗേജ്ഡ് ഇൻ പ്ലേ. അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി റിക്രിയേഷൻ തിയറി നോക്കാം. റിക്രിയേഷൻ തിയറി ദിസ് തിയറി ഈസ് പുട്ട് ഫോർവേഡ് ബൈ ലസാറസ് ഇൻ 1883 ആൻഡ് പാട്രിക് ഇൻ 1916. അല്ലേ? 1916 റിക്രിയേഷൻ തിയറി. ഫസ്റ്റ് തിയറി ഏതാ മക്കളെ? റീക്യാപ്പ് ഞാൻ ഇത് വെച്ച് ഓർത്ത് പോകട്ടെ. ഹാളും അതുപോലെ ഊണ്ടും. അല്ലേ? കിട്ടി. സർപ്ലസ് എനർജി തിയറി ആകുമ്പോഴത്തേക്ക് സ്പെൻസറിൽ പോകണം, ഷില്ലിങ് കയ്യിൽ വേണം, എനർജി. ഓക്കെ, അത് കിട്ടി. ഇനി റിക്രിയേഷൻ തിയറി നോക്കാം. റിക്രിയേഷൻ തിയറി ദിസ് തിയറി ഈസ് പുട്ട് ഫോർവേഡ് ബൈ ലസാറസ്. അല്ലെ? ലസാറസ് ഇൻ 1883 ആൻഡ് പാട്രിക് ഇൻ 1916. റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ റിക്രിയേഷൻ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, കളിക്കുക, അത് തന്നെ റിക്രിയേഷൻ. നോക്കാം, എന്നാൽ തിയറി നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് നോക്കാം. എന്താണ്? ദിസ് മെയിൻറ്റെയിൻസ് ദാറ്റ് ത്രൂ പ്ലേ ടെൻഷൻസ് മേ ബി റിലീസ്ഡ് ആൻഡ് ചിൽഡ്രൻ ഫീൽ റിലാക്സ്ഡ് ആഫ്റ്റർ പ്ലേയിങ്. അല്ലേ? ഈ ഒരു ഇതെന്താ മുന്നോട്ട് വയ്ക്കുന്നത്? ടെൻഷൻ കുറയ്ക്കാനും കുട്ടികൾ റിലാക്സ്ഡ് ആകാനും വേണ്ടിയാണ് കുട്ടികൾ കളിക്കുന്നു എന്ന് പറയുന്നു. ദേ എസ്കേപ്പ് ദ ഡ്രഡ്ജറി ഓഫ് വർക്ക്. അല്ലെ? വർക്കിന്റെ ഒരു മൊനോട്ടണി, അല്ലെങ്കിൽ വർക്ക് ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളുടെ ഒരു കാര്യം ഇപ്പൊ ചോദിക്കും, പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് ജോലി കൊടുക്കുന്നുണ്ടാവേ എന്ന് ചോദിക്കും. അല്ലേ? അവർക്ക് ജോലി ഒന്നും കൊടുക്കണില്ല.
അപ്പോൾ കുറച്ചുകൂടെ വലുതായ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പഠിക്കുക എന്ന് പറയാൻ അവരെ സംബന്ധിച്ച് വർക്കാണ് അല്ലേ. 1ാം ക്ലാസ് 2ാം ക്ലാസ് അവനെ ഇമ്പോസ്റ്ററൊക്കെ എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ എന്നാൽ എഴുതി പഠിക്കാനൊക്കെ ഉണ്ടാവും, വർക്ക് ഉണ്ടായിരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വർക്കിന്റെ ഡ്രഡ്ജറി ഇന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ കളിക്കുന്നു എന്ന് ഈ തിയറി പറയുന്നു. എന്ത്? റീക്രിയേഷൻ തിയറി. റീക്രിയേഷൻ ശരിക്കും നമ്മളൊക്കെ റീക്രിയേഷൻ ആക്ടിവിറ്റീസിൽ എന്താ ഏർപ്പെടുന്നത്? ദ സെയിം തിങ് അല്ലേ. എന്തിനാണ്? വർക്ക് നമുക്ക് തരുന്ന ആ ഒരു മൊണോട്ടണസ് നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ. നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ മടുക്കും അല്ലേ. ആ മടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ റീക്രിയേഷൻ ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന പലതരത്തിലുള്ള റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട് പല ആൾക്കാർക്കും. ചില ആൾക്കാർക്ക് വൈകുന്നേരം 10 അടിക്കുന്നതാണ് റിക്രിയേഷൻ ആക്ടിവിറ്റി. ചില ആൾക്കാരെ സംബന്ധിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന റിക്രിയേഷൻ ആക്ടിവിറ്റി. ചിലർക്ക് എന്താണ്? എന്തെങ്കിലും ഗെയിമിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക. ഇതെല്ലാം എന്താണ്? റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ആണ് അല്ലേ. അപ്പൊ എന്താണ് റീക്രിയേഷൻ ആക്ടിവിറ്റി? കുട്ടികൾ എന്ത് ഇത്തരത്തിലുള്ള വർക്കിന്റെ ഡ്രഡ്ജറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിക്രിയേഷനിൽ ഏർപ്പെടാൻ വേണ്ടി കളിക്കുന്നു എന്ന് ഈ തിയറി പറയുന്നു. ദിസ് ഈസ് സിമിലർ ടു ദ മോഡേൺ എക്സ്പ്രസീവ് തിയറി വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ത്രൂ പ്ലേ ചിൽഡ്രൻ എക്സ്പ്രസ് ദെയർ ടെൻഷൻസ് ആൻഡ് അതർ ഫീലിംഗ്സ് അല്ലേ. അതായത് മോഡേൺ തിയറിയുടെ ഇവിടെ നിന്ന് എടുത്ത് പറയുന്നുണ്ട്. ഏകദേശം റിക്രിയേഷൻ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പ്രസീവ് തിയറി ഇപ്പോൾ പ്ലേയുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു. അതെന്താ പറയുന്നത്? ചിൽഡ്രൻ എക്സ്പ്രസ് ദെയർ ടെൻഷൻസ് ആൻഡ് അതർ ഫീലിംഗ്സ് ത്രൂ പ്ലേ അല്ലേ. കളിയിലൂടെ കുട്ടികൾ അവരുടെ ടെൻഷനും മറ്റുള്ള ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എന്ത് എക്സ്പ്രസീവ് തിയറി പറയുന്നത്. റിക്രിയേഷൻ തിയറി പാട്രിക്കും ലസാറസും എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ പിള്ളേരെ? നിങ്ങൾ കിട്ടണമെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ കേട്ടാ. ഗ്രൂപ്പിൽ പറഞ്ഞ് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു. എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. ലസാറസ് ആൻഡ് പാട്രിക്. ഓക്കെ, ഗ്രൂപ്പിൽ പറയണേ. നിങ്ങൾ ആരെങ്കിലും മിടുക്കികളുണ്ടായിരിക്കും ഇതിനകത്ത്, കണ്ടുപിടിക്കണം കേട്ടാ. ഇനി അടുത്ത തിയറി നോക്കാം. ആന്റിസിപ്പേറ്ററി തിയറി അല്ലെങ്കിൽ പ്രീ എക്സസൈസ് തിയറി. എന്താണ് ആന്റിസിപ്പേറ്ററി തിയറി എന്ന് മാത്രമേ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ പ്രീ എക്സസൈസ് തിയറി എന്നും പറയപ്പെടുന്നു. ഇത് ചോദിക്കും കേട്ടോ, ഇത് ചോദിക്കും. ഇത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ഗ്രൂസ് ആണ് എന്നല്ലേ. കാൾ ഗ്രൂസ് ആണ് ഇതിന്റെ പിന്നിൽ. 1898 അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. എന്താണ്? പ്ലേ ഓഫ് ആനിമൽസ് അല്ലേ. അപ്പൊ അതിന് 2 പുസ്തകമുണ്ട്, പ്ലേ ഓഫ് ആനിമൽസ് ആൻഡ് ദ പ്ലേ ഓഫ് മാൻ. അങ്ങനെ 2 പുസ്തകമുണ്ട്. ഈ 2 പുസ്തകത്തിലും കൂടെ ആയിട്ടാണ് ഈ തിയറിയെ കുറിച്ച് പറയുന്നത്. ഇദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. നോക്കാം. ദിസ് തിയറി ഹാസ് ബീൻ ഗിവൺ ബൈ കാൾ ഗ്രൂസ് 1898 അല്ലേ, 17ാം നൂറ്റാണ്ട് അല്ലേ, 1898 ഇൻ ദ ബുക്ക്. ഏതൊക്കെയാണ്? ദ പ്ലേ ഓഫ് അനിമൽസ് ആൻഡ് ദ പ്ലേ ഓഫ് മാൻ അല്ലേ. ഈ 2 ബുക്കിലും കൂടെയാണ് ഈ തിയറി പറയുന്നത്. The anticipatory theory considers play as primarily a preparation for future life and work. ഭാവിയിൽ കുട്ടികൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിട്ട് ആന്റിസിപ്പേറ്ററി തിയറി പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ള അത് വലിയ മണ്ടത്തരമായതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകാൻ സാധ്യതയുള്ളത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് പറയുന്നതാണ്, കുട്ടികൾ വീട് കളിക്കുന്നു. അതെന്താണ്? ടു ഗെറ്റ് ഗേൾസ് ട്രെയിൻഡ് ഫോർ ബീയിങ് ദ ഹോസ്റ്റസ് ആൻഡ് വൈഫ് ആൻഡ് മദർ ഓഫ് ദ ഹൗസ് ഹോൾഡ് അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പെൺകുട്ടികൾ അമ്മയും അച്ഛനും, അല്ലെങ്കിൽ പെൺകുട്ടികൾ വീടുണ്ടാക്കുന്നു, കഞ്ഞിയും കറിയും കളിക്കുന്നു. ഈ കഞ്ഞിയും കറിയും കളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഭാവിയിൽ അവർക്ക് ഒരു ഹോസ്റ്റസ് ആയിട്ട് മാറാൻ, അല്ലെ ഒരു മദറായിട്ട് മാറാൻ, അല്ലെങ്കിൽ ഒരു അമ്മയായിട്ട് മാറാൻ വേണ്ടി ട്രെയിനിങ് അല്ലെ. അതിന് വേണ്ടിയിട്ട് കുട്ടികൾ ആകാൻ വേണ്ടിയാണ് കുട്ടികൾ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇറ്റ്സ് ലൈക്ക് പ്രൈമറി സോഷ്യലൈസേഷൻ ബിക്കോസ് ഓഫ് ദാറ്റ് അല്ലേ. അതായത് കുഞ്ഞ് ജനിച്ച് വീഴുന്ന തൊട്ട് കണ്ടുവരുന്നത് അമ്മ കുക്ക് ചെയ്യുന്നതാണ് അല്ലേ. ആണ് അച്ഛൻ കുക്ക് ചെയ്യുന്നതല്ല അവർ കാണുന്നത്. അപ്പൊ അച്ഛൻ കുക്ക് ചെയ്യുന്നത് കാണുന്ന വീട്ടിൽ ഒരു പക്ഷേ ആൺകുട്ടികൾ കുക്ക് ചെയ്ത് കളിക്കുമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എപ്പോഴും ഞാനല്ല, മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് സയൻസ് വിശ്വസിക്കുന്നത്. കാര്യം എന്താ? കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അവരുടെ മനസ്സ് വെറും ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലേറ്റ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ കഥയും കവിതയും ചിന്തകളും തോട്ട്സും എല്ലാം എഴുതുന്നത് അവൻ കാണുന്ന കാഴ്ചകളും കേൾവികളും സൊസൈറ്റിയും അല്ലേ. ഇതെല്ലാം കൂടെ ചേർന്നാണ് അവൻ്റെ ബോർഡിനെ ചിലപ്പോൾ വികലമായിട്ട് മാറും. അവൻ്റെ ബോർഡ് മനസ്സെന്ന ബോർഡ് ചിലപ്പോൾ മനോഹരമായിട്ടുള്ള ചിത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലേ. ആ ബോർഡിൽ എഴുതുന്നത് നമ്മളെല്ലാവരും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ എന്താണ്? തോക്കെടുത്ത് കളിക്കുക. ആൺപിള്ളേർ തോക്കെടുത്ത് കളിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും. ഇവൻ കാണുന്ന കാർട്ടൂണില്ല ആണുങ്ങളാണ് തോക്കെടുത്ത് കളിക്കുന്നത് അല്ലേ. അതുകൊണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു പറയുന്നു കുട്ടികൾ അല്ലെ അവരവരുടെ റോൾസ് കളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഭാവിയിലേക്ക് അങ്ങനെയായി മാറാൻ ട്രെയിൻ ചെയ്യാൻ, ആന്റിസിപ്പേറ്റ് ചെയ്യാൻ. പേര് തന്നെ ഉണ്ട് അല്ലെ.
അല്ലെങ്കിൽ പ്രീ എക്സസൈസ് തിയറി. ഇപ്പോൾ എന്താണ് വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രീ എക്സസൈസ് ചെയ്ത് പഠിക്കുന്നു അല്ലേ. മറ്റേ നമ്മൾ ഈ എക്സസൈസ് അല്ല, എക്സസൈസ് നടപ്പിലാക്കുക എന്നുള്ള എക്സസൈസ്. ഓക്കെ, നോക്കാം. ദിസ് തിയറി ഹാസ് ബീൻ ഗിവൺ ബൈ ആരാണ്? കാൾ ഗ്രൂസ്, 1898. വർഷം മറന്നു പോകണ്ട കേട്ടോ, ഒരാൾ മാത്രമേ വേണമെങ്കിൽ വർഷം ചോദിക്കാം. 2 ബുക്കിന്റെ പേര് പഠിച്ചു വെക്കണം, ദ പ്ലേ ഓഫ് ആനിമൽസ് ആൻഡ് ദ പ്ലേ ഓഫ് മാൻ. കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കും അല്ലേ. അതുപോലെ ദ ആന്റിസിപ്പേറ്റഡ് തിയറി കൺസിഡേഴ്സ് പ്ലേസ് ആസ് പ്രൈമർലി എ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ ലൈഫ് ആൻഡ് വർക്ക്. ഇത് ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം, എന്താണ് കളിയെ ഒരു പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ ലൈഫ് ആൻഡ് വർക്ക് എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ അങ്ങനെ പ്രസ്താവിച്ചിട്ടുള്ളത് ഏത് തിയറി പ്രകാരമാണെന്ന് ചോദിക്കാം. ആന്റിസിപ്പേറ്ററി തിയറി അല്ലെങ്കിൽ പ്രീ എക്സസൈസ് തിയറി എന്ന ഓപ്ഷൻ കണ്ടാണ് എഴുതണം. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ് കാൾ ഗ്രൂസ് ആണ് അതിൻ്റെ പിന്നിൽ അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ ഹൗസ് കളിക്കുന്നത് അല്ലെ, വീടുണ്ടാക്കി കളിക്കുന്നത് കുട്ടികൾ, ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഞ്ഞിയും കറിയും കളിക്കുന്ന കാര്യമാണ്. പെൺകൊച്ചുങ്ങൾ വൈഫും മദറൊക്കെ ആവാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നു. ബോയ്സ് ത്രൂ അഡ്വഞ്ചറസ് പ്ലേ ആക്ടിവിറ്റീസ് പ്രിപ്പയർ ദംസെൽസ് ടു പ്ലേ ദ റോൾ ഓഫ് സ്ട്രോങ് മെൻ അല്ലെ. സ്ട്രോങ് മെൻ ആവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയുള്ള കളികൾ കളിക്കുന്നതെന്നൊക്കെ പറയുന്നു ഈ ഒരു തിയറി. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അവിടെ എടുത്തിട്ടതാണ്. എന്തായാലും ഒരു പക്ഷേ ചോദിച്ചുകൂടാകുന്നില്ല. നോക്കാം. വാട്ട് വാസ് ദ നെയിം ഓഫ് ജർമ്മൻ സൈക്കോളജി ഹു കണ്ടക്ടഡ് ഹിസ് എക്സ്പീരിയൻസ് ഓൺ ലേണിംഗ് ഓവർ എ ചിമ്പാൻസി നെയ്മഡ് സുൽത്താൻ? സുൽത്താൻ എന്ന പേരായ ചിമ്പാൻസിയിൽ ലേണിംഗുമായിട്ട് ബന്ധപ്പെടുത്തി എക്സ്പീരിയൻസ് നടത്തി ആരാണ് ചോദിച്ചിട്ടുണ്ട്? അതിൻ്റെ ഉത്തരം കോഹ്ലർ ആണ് കേട്ടോ. കോഹ്ലർ ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. ഹു ആർ ദ ഫിഗേഴ്സ്, കീ ഫിഗേഴ്സ് അസോസിയേറ്റ് വിത്ത് ദ റീക്യാപ്പിറ്റേഷൻ തിയറി? റീക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് റീക്യാപ്പ് ഹാളും ഊണ്ടും അല്ലേ. യെസ്, ആരാണ്? ഹാൾ ആൻഡ് ഊണ്ട്. നമുക്കറിയാം, ബി ആണ് ഉത്തരം. കോഡ് വർക്കായില്ലേടാ, കോഡ് വർക്കായി. അതുപോലെ അക്കോർഡിംഗ് ടു റീക്യാപ്ഷൻ തിയറി വാട്ട് ഡു ചിൽഡ്രൻസ് പ്ലേ ആക്ടിവിറ്റീസ് റിഫ്ലക്ട് അല്ലെ? കുട്ടികളുടെ കളികളിൽ എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? ഹ്യൂമൻ റേസ് ഇവോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താണ് ജനറ്റിക് മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അങ്ങനെയാണ് തിയറി പറയുന്നത്. നോക്കാം. വൈ ഡു ചിൽഡ്രൻ പ്ലേ ഗെയിംസ് ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക് അക്കോർഡിംഗ് ടു റീക്യാപ്ഷൻ തിയറി? റീക്യാപ്ഷൻ തിയറി പ്രകാരം എന്തിനാണ്? ബിക്കോസ് ഓഫ് ദെയർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ? അല്ല. എന്നാൽ സോഷ്യൽ സ്കിൽസ് ആണോ? എന്താണ്? ബിക്കോസ് ദെയർ ആൻസസ്റ്റേഴ്സ് ഹാഡ് ടു ഹൈഡ് ഫ്രം ദ വൈൽഡ് ആനിമൽസ്. ആ തിയറി പ്രകാരം എന്താണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കാം. വാട്ട് ഈസ് ബിലീവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ചിൽഡ്രൻസ് പ്ലേ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു റീക്യാപ്പിറ്റേഷൻ തിയറി? എന്താണ്? റേഷ്യൽ മെമ്മറിയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. റേഷ്യൽ മെമ്മറിയാണ് അതിന്റെ ഉത്തരം. അതുപോലെ ദ റീക്യാപ്പിറ്റേഷൻ തിയറി ഓഫ് പ്ലേ സജസ്റ്റ് ദാറ്റ് എ ചിൽഡ്രൻസ് പ്ലേ റിഫ്ലക്ട് ഓൺ ഓൺലി ദെയർ കറണ്ട് എൻവയോൺമെന്റ് അല്ല. എന്താണ്? സോൾലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല. എന്താണ്? ഹാബിറ്റ്സ് ഓഫ് ദ പാസ്റ്റ് പെർസിസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഇറ്റ് ടു ദ പ്രസന്റ് അല്ലെ. ഭൂതകാലത്തിന്റെ ഹാബിറ്റ്സ് അത് എന്തിലോട്ട് നമുക്ക് നമ്മുടെ പ്രസന്റിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നു എന്നൊരു തിയറിയാണ് റീക്യാപ്പിറ്റേഷൻ തിയറി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെ ആശയം. ദ ഐഡിയ ദാറ്റ് ചിൽഡ്രൻസ് പ്ലേ ആക്ടിവിറ്റീസ് ആർ എ കണ്ടിന്യൂഷൻ ഓഫ് ദ ഹാബിറ്റ്സ് ഓഫ് പാസ്റ്റ് ജനറേഷൻ ഇസ് എ സെൻട്രൽ കൺസെപ്റ്റ് ഓഫ് വിച്ച് തിയറി എന്ന് വെച്ചാൽ എന്താണ്? റീക്യാപിറ്റുലേഷൻ തിയറിയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ ഹു ആർ ദ പ്രൈമറി എക്സ്പൊണൻസ് ഓഫ് സർപ്ലസ് എനർജി തിയറി? ആരാണ്? സർപ്ലസ് എനർജി. എനർജി വേണമെങ്കിൽ നമ്മൾ സ്പെൻസറിൽ പോകണമെങ്കിൽ ഷില്ലിംഗ് വേണം അല്ലേ. സ്പെൻസർ ആൻഡ് ഷില്ലർ അല്ലേ. മറന്നുപോയില്ല. അക്കോർഡിംഗ് ടു സർപ്ലസ് എനർജി തിയറി വൈ ഡു ചിൽഡ്രൻ എൻഗേജ് ഇൻ പ്ലേ? എന്തുകൊണ്ടാണ് സർപ്ലസ് എനർജി തിയറി പ്രകാരം കുട്ടികൾ കളിക്കുന്നത്? ടു എക്സ്പെൻഡ് ദെയർ അക്യൂമുലേറ്റഡ് സർപ്ലസ് എനർജിയിലേക്ക് അവരുടെ ശരീരത്തിൽ കൂടിച്ചേർന്ന് വന്നിട്ടുള്ള അക്യൂമുലേറ്റ് ചെയ്ത സർപ്ലസ് ആയിട്ടുള്ള എനർജി സ്പെൻഡ് ചെയ്ത് കളയാൻ വേണ്ടി അവർ കളിക്കുന്നത് എന്ന് ഈ ഒരു തിയറി പറയുന്നു. അതുപോലെ വാട്ട് ഈസ് എ കീ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് സർപ്ലസ് എനർജി തിയറി? സർപ്ലസ് എനർജി തിയറിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള കീ ആർഗ്യുമെന്റ് ഏതായിരുന്നു? സിക്ക് ആൻഡ് വീക്ക് ചിൽഡ്രൻ ഹു ലാക്ക് സർപ്ലസ് എനർജി ആൾസോ ദേ എൻഗേജ് ഇൻ പ്ലേ അല്ലെ. അവരെന്ത് ചെയ്യുന്നു? പ്ലേയിൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നു. അതാണ് അതിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു അപവാദം അല്ലേ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് ദ സർപ്ലസ് എനർജി തിയറി? താഴെ തന്നിരിക്കുന്നതിൽ സർപ്ലസ് എനർജി തിയറിയായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന. ഇറ്റ് സജസ്റ്റ് ദാറ്റ് പ്ലേ ഈസ് പ്രൈമർലി ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല സർപ്ലസ് എനർജി തിയറി. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് പ്ലേ ഈസ് എ വേ ടു എക്സ്പെൻഡ് എക്സസ് ഫിസിക്കൽ എനർജി. യെസ്, അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നു എന്ത് സർപ്ലസ് എനർജി തിയറി. ഇറ്റ് ക്ലെയിംസ് ദാറ്റ് പ്ലേ ഈസ് എ റിസൾട്ട് ഓഫ് ചിൽഡ്രൻസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നില്ല സർപ്ലസ് എനർജി തിയറി. ഇറ്റ് ഫോക്കസ് ഓൺ ദ എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ് ഓഫ് പ്ലേ. ഇങ്ങനെയും ആര് പറയുന്നില്ല? ഈ തിയറി പറയുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം പറയുന്നു, ബി ആണ് അതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന. ഹു ആർ ദ കീ ഫിഗേഴ്സ് അസോസിയേറ്റ് വിത്ത് ദ റീക്രിയേഷൻ തിയറി ഓഫ് പ്ലേ? റീക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെയാണ്? ലാസറസ് ആൻഡ് പാട്രിക് ആണ്. മറന്നു പോകേണ്ട കേട്ടോ. ലാസറസ് ആൻഡ് പാട്രിക് കേട്ടോ, മറന്നു പോകേണ്ട. അത് എന്തെങ്കിലും ഒരു കോഡ് വെച്ച് ഓർമ്മിച്ച് ചോദിക്കണം, മറക്കല്ലേ. അതുപോലെ അക്കോർഡിംഗ് ടു ദ റീക്രിയേഷൻ തിയറി വാട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് പ്ലേ ഫോർ ചിൽഡ്രൻ? റീക്രിയേഷൻ തിയറി പ്രകാരം കുട്ടികൾക്ക് പ്ലേ വഴി കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ല അല്ലെ. ഈ തിയറി പ്രകാരം ശരിക്കും പറഞ്ഞാൽ പ്ലേ വഴി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നോക്കാം. റീക്രിയേഷൻ തിയറി പ്രകാരം ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് ടെൻഷൻ ആൻഡ് റിലാക്സേഷൻ അല്ലേ. ടെൻഷൻ റിലീസ് ചെയ്യാനും അവരെ റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നു എന്ന് മാത്രം പറയുന്നു. ആര്
ആരടാ ഏത് തിയറി? റീക്രിയേഷൻ തിയറി അല്ലേ, റീക്രിയേഷൻ തിയറി. അപ്പോൾ ബി ആണ് ഉത്തരം. അതുപോലെ ദ റീക്രിയേഷൻ തിയറി ആർഗ്യൂസ് ദാറ്റ് ത്രൂ പ്ലേ ചിൽഡ്രൻ എന്ത് ചെയ്യുന്നു എൻഹാൻസ് ദെയർ അക്കാഡമിക്, അതൊന്നും അല്ല, എന്താണ് എക്സ്പീരിയൻസ് റിലാക്സേഷൻ ആൻഡ് ടെൻഷൻ റിലീസ് അല്ലേ, ഇത് തന്നെയാണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അവർ ടെൻഷൻ ഫ്രീ ആയിട്ട് മാറുന്നു. ഹു ഈസ് ദ മെയിൻ പ്രൊപ്പണന്റ് ഓഫ് ആന്റിസിപ്പേറ്ററി തിയറി? ആരാ മക്കളെ? ഗ്രൂസ് അല്ലേ, കാൾ ഗ്രൂസ് ആണ് ആന്റിസിപ്പേറ്ററി തിയറി മുന്നോട്ട് വെച്ച്. കൊച്ചുങ്ങൾ കഞ്ഞിയും കറിയും കളിക്കുന്നത് വലുതാകുമ്പോൾ അമ്മയാകാനാണ് അല്ലെങ്കിൽ അതുപോലെ ആകാനാണ് എന്ന് പറഞ്ഞ ആളാരാണ്? കാൾ ഗ്രൂസ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, നിങ്ങൾ മറന്നു പോകരുത്. കാൾ ഗ്രൂസ് കേട്ടോ. ഇനി മറക്കോ നിങ്ങൾ മറക്കുമല്ലോ ഈ പേര്, എനിക്കെല്ലാം ഉറപ്പുണ്ട്. കാര്യം എന്താ ഞാൻ ഒന്നും പറയുന്നില്ല, പോട്ടെ. കൂടുതൽ ഫെമിനിസ്റ്റ് ആയി പോകുന്നത് ഞാൻ പറയുന്നില്ല. ഫെമിനിസം മോശമൊന്നുമല്ല, നല്ല തന്നെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഫെമിനിസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദ ആന്റിസിപ്പേറ്ററി തിയറി വൈ ഡു ചിൽഡ്രൻ എൻഗേജ് ഇൻ പ്ലേ? ആന്റിസിപ്പേറ്ററി തിയറി പ്രകാരം എന്തുകൊണ്ടാണ് ചിൽഡ്രൻ പ്ലേയിൽ എൻഗേജ് ചെയ്യുന്നത്? ടു പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ ലൈഫ് ആൻഡ് വർക്ക് അല്ലേ. ഫ്യൂച്ചർ ലൈഫിലും വർക്കിനും വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നു. എന്ത് വഴി? ഏത് തിയറി പ്രകാരം? ആന്റിസിപ്പേറ്ററി തിയറി പ്രകാരം. കളിയെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന വർക്കിനോ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേ ആക്ടിവിറ്റീസ് ഈസ് യൂസ്ഡ് ആസ് ആൻ എക്സാമ്പിൾ ഇൻ ദ ആന്റിസിപ്പേറ്ററി തിയറി ഫോർ ഗേൾസ്? എന്തൊക്കെയാണ്? പ്ലേയിങ് ഹൗസ് അല്ലെ, വീട് കളിക്കലാണ് അവരെ സംബന്ധിച്ച് ആന്റിസിപ്പേറ്ററി തിയറി ഫോർ ഗേൾസ് എന്ന് അത് പറയപ്പെടുന്നു. അവിടെ പോട്ടെ, അത് പോട്ടെ, അത് വിട്ടുകളാ, നിങ്ങളെ വേഷം പിടിക്കലാരും. അതുപോലെ കാൾ ഗ്രൂസ് ആന്റിസിപ്പേറ്ററി തിയറി ഓഫ് പ്ലേ വാസ് പ്രപ്പോസ്ഡ് ഇൻ വിച്ച് ഇയർ? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ. 1898 അല്ലേ. അതുപോലെ കാൾ ഗ്രൂസ് ആന്റിസിപ്പേറ്ററി തിയറി ഓഫ് പ്ലേ വാസ് പുട്ട് ഫോർവേഡ് ത്രൂ ദ ബുക്ക്. ഏതൊക്കെയാണ്? ദ പ്ലേ ഓഫ് ആനിമൽസ്, ദ പ്ലേ ഓഫ് മാൻ. ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം. രണ്ടിലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദ പ്ലേ ഓഫ് ആനിമൽസ് റിട്ടേൺ ബൈ ആരാണ്? കാൾ ഗ്രൂസ് ആണ്, നമുക്കറിയാം അല്ലേ. അതുപോലെ പ്ലേ ഓഫ് മാൻ റിട്ടേൺ ബൈ വെച്ചാലാണ് കാൾ ഗ്രൂസ് ആണ്, നമുക്ക് അതൊക്കെ അറിയാം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ഈ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും ഹോം സയൻസിൻ്റെ യൂണിവേഴ്സിറ്റി റെഫറൻസ് ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ നോട്ട്സ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? തരുന്ന സാധനം വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എവിടെയാണ് ചോദ്യം വരുന്നത്, എന്താണ് ചോദിക്കുന്ന കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നാണ് പോകുന്നത്. അത് പഠിച്ചിട്ട് തന്നെ പോവുക. പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. നേരത്തെയുള്ള പരീക്ഷകൾ റിവിഷൻ എക്സാമിനേഷൻ തരുമ്പോൾ അത് നിങ്ങൾ നേരത്തെയുള്ള എക്സാമിനേഷൻസ് ഇപ്പോഴേ എഴുതി തുടങ്ങുക. എഴുതി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരിക. അത് മാത്രം ചെയ്താൽ മതി. അത് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത്രയും നാൾ നമ്മൾ ചെയ്ത എന്താ മക്കളെ? പഠിച്ചിട്ട് പരീക്ഷ എഴുതി. നിങ്ങൾ ഇനി റിവിഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിക്കാതെ പരീക്ഷ എഴുതുക. റീവൈൻഡ് ചെയ്ത് പരീക്ഷ എഴുതുക. അതായത് നമ്മൾ പഠിക്കാതെ ഒരു വക നോക്കാതെ പരീക്ഷ എഴുതുക. നമ്മൾ തുടക്കത്തിൽ പഠിച്ച ഏതെങ്കിലും ഒരു സപ്പോസ് ഒരു ക്ലാസ്, ഗ്രൂപ്പ് വർക്കിൻ്റെ ക്ലാസ് ഒക്കെ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം നമുക്ക് സിലബസിലുണ്ട്. അതിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് തരുമ്പോൾ എന്ത് ചെയ്യുക? അത് കാണാതെ എഴുതുക. അത് ക്ലാസ് കാണാതെ നോട്ട് നോക്കാതെ എഴുതുക. എത്ര ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ ശരിക്കും ഇപ്പോഴും നിലവിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എത്ര ശതമാനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 2, എന്തുകൊണ്ടാ ചോദ്യങ്ങൾ തെറ്റിപ്പോയി എന്നുള്ള കാര്യം നമ്മൾ പോയി നോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന പഠനത്തിൻ്റെ അത്രയും നല്ല പഠനം വേറെ ഒന്നുമില്ല മക്കളെ. ഒരു ചോദ്യം തെറ്റിയതിനു ശേഷം എന്തുകൊണ്ട് തെറ്റി എന്നെടുത്ത് നോക്കിയാൽ മാത്രം മതി. ദാറ്റ്സ് എ ഗുഡ് വേ, വെരി എഫക്റ്റീവ് വേ ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ മക്കൾ നിങ്ങൾ റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കും. ഇനിയുള്ള ക്ലാസ്സുകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് 1ാം റാങ്ക് ICD സൂപ്പർവൈസറിന്റെ 1ാം റാങ്ക് എനിക്കാണെന്നുള്ളൊരു ഉറപ്പോട് കൂടി ഇപ്പോഴേ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.